ലാലേട്ടന്റെ നേരിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു ക്വാർട്ടർ റൂം ഇമോഷണൽ ഡ്രാമ സിനിമയുടെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമയാണല്ലോ നീര. 2023 ജൂലൈ മാസം ടൈറ്റിൽ പ്രഖ്യാപിച്ച് ഓഗസ്റ്റിലെ ചിങ്ങം 1 ഷൂട്ടിംഗ് ആരംഭിച്ച് ഒക്ടോബറിലെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഡിസംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ നീര ഒരു മലയാളം സിനിമയുടെ വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ വർക്കുകൾ പൂർത്തിയാക്കിയ വലിയ വിജയം നേടിയെടുത്ത സിനിമയായിട്ട് മാറുകയാണ്. നീരിന്റെ ഏറ്റവും പുതിയ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ന്യൂ ഇയർ സെലിബ്രേഷനിലേക്ക് കടന്ന നാളിൽ പോലും സിനിമയ്ക്ക് 3 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. 3,13,00,000 നിലവിലെ സിനിമയുടെ 11 ദിവസത്തെ കേരള കളക്ഷൻ. അതേസമയം ചിത്രത്തിന്റെ ആകെ 11 ദിവസത്തെ കളക്ഷൻ കേരളത്തിൽ നിന്നും മാത്രം 34,16,00,000. ലോകമെമ്പാടും നിന്നുള്ള കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ 65 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനിയും അത് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും 65 കോടി കടന്നു എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കൃത്യമായി അപ്ഡേറ്റഡ് ബ്രേക്കപ്പ് ഡാറ്റയ്ക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി നേരിന്റെ 12ാം ദിവസമായ ജനുവരി 1 വരികയാണെങ്കിൽ ഇന്നത്തെ സിനിമയുടെ സ്റ്റാറ്റസ് എല്ലാം തന്നെ ഇന്നലെ രാത്രി എല്ലാം തന്നെ ബുക്ക് മൈ ഷോയിലും മറ്റും നോക്കുകയാണെങ്കിൽ നേരിന്റെ തരംഗം തീർന്നു എന്നൊരു സംശയം എല്ലാം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു ബുക്ക് മൈ ഷോയിലെ സിനിമയുടെ പ്രകടനം. ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ സാധാരണ ഓറഞ്ച് മയം കാണുന്ന സ്ഥലത്തെല്ലാം തന്നെ പച്ചമയമായിരുന്നു. കൂടാതെ ബുക്ക് മൈ ഷോയിൽ 1 മണിക്കൂറിൽ 1000 ടിക്കറ്റുകൾ മാത്രമായിരുന്നു വിറ്റഴിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് രാവിലെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ പച്ചമയം കണ്ട സ്ഥലത്തെല്ലാം തന്നെ വീണ്ടും ഓറഞ്ച് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ 1 മണിക്കൂറിൽ 5000-ലധികം ടിക്കറ്റുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഈ 12 ദിവസങ്ങളിലെ ഏറ്റവും കുറവ് പ്രീസെയിൽ കളക്ഷൻ ലഭ്യമായ ദിവസമായിരുന്നു 12ാം ദിവസം. 55 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ. അപ്പോൾ അതെല്ലാം തന്നെ സൂചിപ്പിച്ചത് സിനിമയുടെ തരംഗം അവസാനത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു. എന്നാൽ ഇന്ന് സിനിമയ്ക്ക് വീണ്ടും കളി മാറിയിരിക്കുകയാണ്. മികച്ചൊരു ബുക്കിംഗ് ന്യൂ ഇയർ സെലിബ്രേഷന് ശേഷം ജനം വീണ്ടും നേര് കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പിക്കുന്ന ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് വീണ്ടും കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇന്നും 1.5-2 കോടി എല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇന്നോ നാളെയോ കൊണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 70 കോടി കടക്കും. അതിനുശേഷം അബ്രഹാം ഓസ്ലർ റിലീസ് വരെയുള്ള 10 ദിവസങ്ങളിൽ എത്ര കോടി സിനിമ നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ നേരിന്റെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.